ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LP ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നവർ പറഞ്ഞ ക്വസ്റ്റ്യനും അതിന് നമുക്ക് പറയാൻ കഴിയുന്ന പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ഏറ്റവും രസകരമായ രീതിയിൽ എങ്ങനെ ഉത്തരം കൊടുക്കാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിരുന്നത് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതിനുകൂടെ ഉത്തരങ്ങളിലൂടെ പറയാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് നമുക്കതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ബാച്ചിൽ കയറിയവരോട് ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചധികം ടോപ്പിക്സ് ചോദിച്ചിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഇതുവരെയുള്ള അപ്ഡേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏകദേശം എല്ലാവരോടും ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിപ്പീറ്റ് വന്നിരുന്നു. പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കാണുമ്പോൾ ഓരോരുത്തരോടും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ചോദ്യങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ആ സമയത്ത് ഉത്തരങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഇന്ന് എന്താണ് മലയാളത്തിളക്കം എന്ന പദ്ധതി എന്താണ് എന്ന് ചോദിച്ചിരുന്നു. എന്താണ് മലയാളത്തിളക്കം പദ്ധതി? നമ്മുടെ കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാളത്തിളക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും LP ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കണ്ട് UP ലെവലിലുള്ളവർ പേടിക്കണ്ട കേട്ടോ. കാരണം UPയുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും പറയാത്ത കുറച്ച് കാര്യങ്ങൾ LPയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട. LPയുടെ ഇൻ്റർവ്യൂ തീർത്തും അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള LP ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ UPയെക്കാളും കൂടുതൽ പഠന പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും LPയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മലയാളത്തിളക്കം എന്താണെന്ന് കിട്ടിയല്ലോ. കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാളത്തിളക്കം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഭരണഘടന എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്ന് ചോദിച്ചു. അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എങ്ങനെ നമ്മുടെ LP ക്ലാസ്സിലെ കുട്ടികളിലേക്ക് എത്തിക്കാം? അതിലെ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് അവരുടെ പാഠപുസ്തകങ്ങൾ തന്നെയാണ്. അല്ലെ, പാഠപുസ്തകങ്ങളുടെ ആ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. അതുപോലെ ആ പാഠപുസ്തകം അവസാനിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ബൈൻഡിനോട് ചേർത്ത് പൊതിഞ്ഞു വെക്കാറാണ് പതിവ്. പക്ഷേ അതല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലേ, നമ്മളൊരു 1-ാം ക്ലാസ്സിൽ പോകുന്നത് തൊട്ട് നമ്മൾ 10-ാം ക്ലാസ് എത്തുന്നത് വരെയും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ, ഈവൻ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ വരെ ഭരണഘടനയുടെ ആമുഖം എന്ത് ചെയ്യുന്നുണ്ട്, പാഠത്തിൻ്റെ ആദ്യം തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ രീതി കുട്ടികളെ പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും തന്നെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിലാണ് നടത്തുന്നത്. അല്ലേ, നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം അവരെന്താണ് ഉപയോഗിക്കുന്നത്, ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് എന്താണ് ഓരോ തിരിച്ചറിയൽ കാർഡുകൾ പോലെ നൽകുന്നു. വോട്ട് ചെയ്തവർക്ക് കയ്യിൽ വിരലിൽ മഷി പുരട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓരോ കുട്ടികൾക്കും ഓരോ ചിഹ്നം അനുവദിക്കുന്നുണ്ട്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഫോളോ ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ സ്കൂളുകളും ഇപ്പോൾ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് നേരിടാവുന്നതാണ്. അതുപോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റി ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജി കുറച്ചധികം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർട്ട്നർ ആണ് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. അല്ലേ, അതിൽ പ്രധാനമായിട്ടും 9 തരം ബുദ്ധികളെക്കുറിച്ചാണ് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് നമ്മുടെ ഭാഷാപരമായ ബുദ്ധി, അല്ലേ, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അതുപോലെ നമ്മുടെ യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. പിന്നെ ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. അതുപോലെ ശാരീരിക ചലനപര ബുദ്ധി, ബോഡി കിനസ്റ്റിക് ഇൻ്റലിജൻസ്. പിന്നെ സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. അതുപോലെ വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി പോവുക കേട്ടോ. അപ്പോൾ അതെങ്ങനെ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റലിജൻസ് പല വിധത്തിലാണ്. അല്ലേ, ഒരു ഇൻ്റലിജൻസ് മാത്രമല്ല, പലതരത്തിലാണ്. ഓരോ കുട്ടിയുടെയും കഴിവ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ മേഖലയാണ്.
അവരെ എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് അപ്രോച്ച് ആയിരിക്കണം ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ചില കുട്ടികൾ എന്താണ് മാത്സിൽ വളരെയധികം മിടുക്കന്മാരാണ്. അപ്പോൾ അവർക്കുള്ള ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ചിലർക്കാണെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്കതിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ചിലർക്ക് ഭാഷാപരമായ ബുദ്ധി, സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറൊക്കെ സംഘടിപ്പിക്കുന്നതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ചിലപ്പോൾ സ്പോർട്സിലൂടെ മനസ്സിലാക്കുന്നതുണ്ട്. കരകൗശല പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസുമാണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയിൽ തന്നെയുള്ളതാണ് അല്ലെ, സ്വന്തം കാര്യത്തിന് മുൻതൂക്കം നൽകുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുമായി ഇടപഴകുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ഒരുക്കി കൊടുക്കുക. അതിനാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിനെ ഗ്രൂപ്പായി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ ഒപ്പീനിയൻ ആണോ നമ്മൾ പറയുന്നത്? നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ആ ഗ്രൂപ്പിനുള്ളിൽ പറയും. പക്ഷേ എല്ലാവരുടെയും ഒപ്പീനിയൻ ഇങ്ങനെ ഗ്രൂപ്പിനുള്ളിൽ പറഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഉരുത്തിരിയുന്ന പൊതുവായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാം. അതുപോലെ നമ്മുടെ SSK സമഗ്ര ശിക്ഷ കേരളയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ എന്താണ് ZPD അല്ലെ, ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് വൈഗോട്സ്കിയുടെ ആശയമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പപ്പട്രി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാവകളി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, പാവകളെ ഉപയോഗിച്ചൊക്കെ നമ്മൾ പാവകളി കണ്ടിട്ടില്ലേ, അതാണ് പപ്പട്രി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു LPയിൽ ഈ പപ്പട്രിയെ പറ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. LPയുടെ ഹാൻഡ് ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. മലയാളത്തിലോ അടിസ്ഥാന പാഠാവലിയിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. പിന്നെ അതുപോലെ അച്ചടക്കം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അച്ചടക്കം എന്നതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, അച്ചടക്കം എന്ന് പറയുന്നത് പൊതുവെ വ്യക്തിപരമായും സാമൂഹികപരവുമായിട്ടുള്ള അച്ചടക്കം ഉണ്ടായിരിക്കണം. ഒരു നല്ലൊരു പൗരന് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് വ്യക്തിപരമായുള്ള അച്ചടക്കവും സാമൂഹികപരമായിട്ടുള്ള അച്ചടക്കവും ഉണ്ടായിരിക്കണം. വ്യക്തിപരമായ അച്ചടക്കം എങ്ങനെയൊക്കെയാണ്? സ്വന്തം കാര്യങ്ങളിൽ തന്നെ ഒരു ഓർഡറിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുക അല്ലെ. എന്താണ്, രാവിലെ ഒരു കൃത്യസമയത്ത് ഉണരുന്നു, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, താനിരിക്കുന്ന ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി ഇടുന്നു. നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ അച്ചടക്കം. പിന്നെ അതുപോലെ സാമൂഹികമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വേദിയിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു സമൂഹവുമായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത്, അതൊക്കെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അല്ലാതെ ക്ലാസ് റൂമിൽ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള അച്ചടക്കമല്ല നമ്മൾ അവിടെ പറയേണ്ടത് കേട്ടോ. നമ്മൾ കുട്ടിയെ എന്ത് ചെയ്യുക, കൂടുതൽ എൻഗേജ്ഡ് ആക്കാനായിട്ട് നോക്കുക. അതുപോലെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവുമായ സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ശിശു കേന്ദ്രീകൃതം എന്താണ്? ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. എന്താണ്? കുട്ടിയാണ് അവിടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ അധ്യാപകരല്ല, കുട്ടിക്കാണ് അവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന പഠന പ്രശ്നങ്ങൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സപ്പോർട്ടോടുകൂടിയും അല്ലാതെയും കുട്ടി അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നുണ്ട്. ഇനി അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അധ്യാപകൻ അല്ലെ, ടീച്ചർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം. നമ്മൾ പണ്ടത്തെ ലെക്ചർ മെത്തേഡൊക്കെ അങ്ങനെയാണ്. അധ്യാപകൻ പറയുന്നു, അതുമാതിരി കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനത്തെ രീതിയല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചൈൽഡ് സെന്റേർഡ് ആണ്. നമ്മൾ ഹോംവർക്ക് കൊടുക്കുന്നതും അവൻ്റെ താല്പര്യങ്ങൾ കൺസിഡർ ചെയ്ത് അവൻ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോംവർക്കുകൾ കൊടുക്കുന്നത് അല്ലെ. പണ്ടത്തെ പോലെ വൺ വേർഡ് ഹോംവർക്ക് ഒന്നും അല്ലല്ലോ ഇപ്പൊ എന്താണ്, വിശദമാക്കാമോ, നിങ്ങളുടെ അഭിപ്രായം പറയാമോ, അങ്ങനെയുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചൊല്ലുകൾ. നമ്മുടെ ചൊല്ലുകൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. ചൊല്ലുകൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? അത് തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ 1, 2, 3 ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പറയുക. അതുപോലെ നമുക്ക് ICT ഉപയോഗിക്കാം. ICT ഉപയോഗിച്ച് ഈ ഓരോരോ ചൊല്ലുകളില്ലേ, മുത്തശ്ശിമാർ വന്ന് പറയുന്നത്, അതുപോലെ ചില പച്ചക്കറികൾ വന്നിട്ട് ഓരോരോ ചൊല്ല് പറയുന്ന വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓരോ ക്ലാസ്സിൻ്റെ ലെവൽ അനുസരിച്ചാണ് കുട്ടികളെ നമ്മൾ എൻഗേജ്ഡ് ആക്കാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കടങ്കഥയും പഴഞ്ചൊല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പഴഞ്ചൊല്ലെന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് വാമൊഴിയായിട്ട് കൈമാറിക്കൊണ്ടുവന്നിരിക്കുന്ന ചൊല്ലുകളെയാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല അല്ലെ. നമുക്ക് എന്താണ് പറയാം, ചൊട്ടയിലെ ശീലം ചുടല വരെ, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്, അങ്ങനെയൊക്കെയുള്ളതാണ് പഴഞ്ചൊല്ല് അല്ലെ. അതിന് വ്യക്തമായൊരു ഉത്തരമില്ല. പക്ഷെ കടങ്കഥയാണെങ്കിലോ വളരെ കുസൃതി നിറഞ്ഞതായിരിക്കും, എന്നാൽ അതിന് വ്യക്തമായൊരു ഉത്തരവും ഉണ്ടായിരിക്കും. എന്താണ്? കിക്കിലിക്കും കിലുകിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. അത് താക്കോലാണെന്ന് നമുക്കറിയാം. അതുപോലെ ഞെട്ടില്ല വട്ടയില്ല പപ്പടമാണെന്നറിയാം.
അങ്ങനെ പഴഞ്ചൊല്ലിന് ഒരു ഉത്തരമുണ്ടായിരിക്കില്ല, വാമൊഴിയായിട്ട് പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ നമുക്ക് കേൾക്കാൻ വളരെയധികം ഇഷ്ടവുമാണ്. കടങ്കഥയോ അതിലും രസകരമാണ്, കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളാണ്, അതിന് വ്യക്തമായൊരു ഉത്തരവും ഉണ്ടായിരിക്കും. ഇനി അടുത്ത് ചോദിച്ചത് എന്താണ് പോർട്ട്ഫോളിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോർട്ട്ഫോളിയോയെ പറ്റി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ എന്താണ്? നമ്മളൊരു നിശ്ചിത കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ഏർപ്പെടുന്ന വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെട്ട പഠന തെളിവുകളുടെ ശേഖരണമാണ് പോർട്ട്ഫോളിയോ. വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു വർഷ കാലയളവിൽ കുട്ടികൾ ചെയ്ത പ്രൊജക്റ്റുകൾ, അസൈൻമെൻറ്റുകൾ, അവരുടെ കലാവിരുതുകൾ, അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഒറ്റ ഇതായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ. അത് മറിച്ചു നോക്കിയാൽ അവരുടെ പഠന തെളിവുകളാണ് കിട്ടുന്നത്. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും രൂപപ്പെട്ട പഠന തെളിവുകളാണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ രേഖപ്പെടുത്തുന്നത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്നലെ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡെന്നും ചോദിച്ചു. അപ്പോൾ എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്? അല്ലെ, സഞ്ചിത രേഖ. എന്താണ്? ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഇനി ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് കുട്ടിയുടെ സ്പെസിഫിക് ഇൻസിഡൻസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള കുട്ടിയുടെ പെരുമാറ്റമൊക്കെ നോട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനക്ഡോട്ടൽ റെക്കോർഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തനം ചെയ്തു, ക്ലാസ് റൂമിൽ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ക്ലാസ് മുറിയിൽ നിന്നും അനുവാദമില്ലാതെ ഇറങ്ങിപ്പോവുക, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് അനക്ഡോട്ടൽ റെക്കോർഡിലാണ്. എന്നാൽ കുട്ടിയെ സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് റെക്കോർഡിൽ നിന്നുമാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് LPയിലെ ഹാൻഡ് ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ആസ്വാദനക്കുറിപ്പ് മെയിനായിട്ട് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അതിന് തലക്കെട്ടൊന്നും ഉണ്ടാവാറില്ല. പണ്ട് എഴുതുമ്പോൾ ഉണ്ടാവാറില്ല, ഇപ്പോൾ മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. ആദ്യം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മുടെ കവിതകൾക്കാണല്ലോ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത്. കവിയെപ്പറ്റി പരാമർശിക്കുക, കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുക. പിന്നെ ആ ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു നിങ്ങൾ കവിത വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ എഴുതുക. എന്നിട്ട് അവസാനം നമ്മുടേതായിട്ടുള്ള ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കഥ നൽകിയാൽ ആ കഥയിൽ നിന്നും കവിത വരെ എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒരു കഥ പറഞ്ഞു കൊടുക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ഒരു കവിതയാക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. ആ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം കവിതയ്ക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെ, വളരെ മനോഹരമായൊരു തലക്കെട്ടുണ്ടാകണം. അതുപോലെ എന്തെല്ലാം ആശയങ്ങൾ ഉൾപ്പെടുത്തണം, കവിതയ്ക്കൊരു താളബോധം ഉണ്ടായിരിക്കണം, ഇത്ര വരികൾ എന്നൊക്കെ ഉണ്ടായിരിക്കണം. അല്ലെ, കഥ പോലെ നീട്ടി എഴുതാതെ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത ലൈൻ എഴുതണം. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഈ ആശയത്തിൽ നിന്നും ഒരു കവിത ഉരുത്തിരിയാനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ക്ലാസ്സിൽ ചെയ്തു കൊടുക്കാം. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചത് ജലം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് പഠന നേട്ടം വെച്ചായിരിക്കും ക്ലാസ് എടുക്കുന്നത്? 2ാം ക്ലാസ്സിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനിലുണ്ടാകേണ്ട പഠന നേട്ടം എന്ന് പറയുന്നത് ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് തന്നെയായിരിക്കും. അല്ലെ, ജലത്തിൻ്റെ നമ്മൾ വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴാണ് അത് H2O ആണെന്നും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നതെന്നൊക്കെ പഠിക്കുന്നത്. കുഞ്ഞു കുട്ടികളാവുമ്പോൾ അവരെന്താ പഠിക്കേണ്ടത്? ആ ജലം പാഴാക്കരുത്, ജലം അമൂല്യമാണ്, പാഴാക്കരുത്, അത് തന്നെ ആയിരിക്കണം പഠന നേട്ടം എന്ന് പറയുന്നത്. എന്ത് തന്നെ ചോദിച്ചാലും വളരെ ടെൻസ്ഡ് ഒന്നും ആകാതെ ഉത്തരം പറയാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട, മാർക്കൊന്നും കുറയ്ക്കില്ല കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി എങ്ങനെ നമുക്ക് LP കുട്ടികളെ പഠിപ്പിക്കാം? ഒരു വ്യക്തിയെ പറ്റി പഠിപ്പിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചിത്രം കാണിച്ചിട്ട് ഇന്ന വ്യക്തിയാണ് എന്ന് പരിചയപ്പെടുത്തുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി നമുക്ക് കാണിക്കാം. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നെഹ്റുവിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറയാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, നമ്മൾ എന്തിനാണ് നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്? അപ്പോൾ കുട്ടികൾ പറയും അല്ലേ, നെഹ്റുവിനെ പറ്റിയാണ്, നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നൊക്കെ പറയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാം ഏറ്റവും ആദ്യം നമ്മൾ ചിത്രം കാണിക്കുക, പിന്നെ നമ്മുടെ ശിശുദിനം അല്ലെ നവംബർ 14 പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തി കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് ചോദിച്ചത് കേട്ടോ. നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തി കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കാം? നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഏത് പാഠഭാഗം അവതരിപ്പിച്ചാലും നമ്മുടെ സാമൂഹിക പശ്ചാത്തലം, ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം കൂടി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഏതൊരു ടോപ്പിക്കും പഠിപ്പിക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ കുട്ടിക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അല്ലേ. നമ്മൾ എന്താണ് ഓരോ
ടോപ്പിക് എടുക്കുമ്പോഴും അതിനെ സമൂഹവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക, അതുപോലെ സമൂഹവുമായി ഇടപഴകാനുള്ള അവസരം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് കുട്ടികളെ സ്കൂളിന് പുറത്ത് കൊണ്ടുപോയിട്ട് എപ്പോഴും അങ്ങനെ വിടുക എന്നല്ല. സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ വർക്ക്ഷോപ്സ് ഒക്കെ സംഘടിപ്പിക്കാറില്ലേ, കുഞ്ഞു കുഞ്ഞു കുട്ടികളാവുമ്പോഴത്തേക്കും കരകൗശല പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടിയെ സമൂഹവുമായി ബന്ധപ്പെടുത്തിയെടുക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറ്റി ചോദിച്ചു. അതിൻ്റെ 4 സ്റ്റേജസ് പറയാമോ എന്നാണ് ചോദിച്ചത്. 4 സ്റ്റേജസ്. അപ്പം നമുക്കറിയാം അല്ലേ, ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉണ്ട്, പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട്, മിഡിൽ സ്റ്റേജ് ഉണ്ട്, സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ NEP 2020 അനുസരിച്ച് 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷണൽ സ്റ്റേജ്, 8 മുതൽ 11 വയസ്സ് വരെയുള്ള പ്രിപ്പറേറ്ററി സ്റ്റേജ്, 11 മുതൽ 14 വയസ്സ് വരെയുള്ള മിഡിൽ സ്റ്റേജ്, അതുപോലെ 14 മുതൽ 18 വയസ്സ് വരെയുള്ള സെക്കൻഡറി സ്റ്റേജ്. ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ചോദ്യം വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് കണ്ടിരിക്കുക. അതുപോലെ ഓരോ വയസ്സിലും ഏതൊക്കെ ക്ലാസ്സിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് നമ്മുടെ പിയാഷയുടെ കൊഗ്നിറ്റീവ് തിയറിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ. പിയാഷയുടെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ പിയാഷയുടെ വൈജ്ഞാനിക വികാസം അല്ലേ, നമ്മുടെ സ്കീമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മുടെ സ്വാംശീകരണവും സംസ്ഥാപനവും ഒക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തിന് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഘട്ട സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. ഏതൊക്കെ സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെൻസറി മോട്ടോർ സ്റ്റേജ്, നമ്മുടെ ഇന്ദ്രിയ ചാലക ഘട്ടം, അതുപോലെ നമ്മുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടം, പിന്നെ അതുപോലെ ഏതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം, അമൂർത്ത മനോവ്യാപാര ഘട്ടം, അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നൊക്കെ നമ്മുടെ പിയാഷയുടെ വൈജ്ഞാനിക വികാസത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളും പ്രത്യേകതകളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ നോട്ട്ബുക്ക് രേഖപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകൾ. അപ്പോൾ ഇങ്ങനെയാ ക്വസ്റ്റ്യൻ കിട്ടിയത്. ഈ നോട്ട്ബുക്ക് രേഖപ്പെടുത്തുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്നാലും കുട്ടി നോട്ട്ബുക്ക് രേഖപ്പെടുത്തേണ്ട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കുട്ടി ഇപ്പോൾ നോട്ട് എഴുതി എടുക്കുമ്പോൾ ആ കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടീച്ചർ ബോർഡിൽ എഴുതി ഇടുന്നതാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ആ നോട്ടിൽ എഴുതുന്നത്. അപ്പോൾ നോട്ട്ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ പാരൻസിന് അത് നോക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോട്ട്ബുക്ക് നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം നമുക്കിപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. പിന്നീട് ഒരിക്കൽ ഓർത്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ നോട്ട്ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ മതിയായിരിക്കും. അതുപോലെ നമ്മുടെ LPയുടെ ഹാൻഡ് ബുക്കിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ക്ലാസ് റൂമിൽ നോട്ട്ബുക്ക് രേഖപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം പറയാത്തത്. ഇനി നമ്മുടെ ക്ലാസ് PTA നടത്തുമ്പോൾ അധ്യാപികയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ക്ലാസ് PTA നടത്തുമ്പോൾ ആദ്യം അധ്യാപിക എന്താണ് ചെയ്യേണ്ടത്? HMുമായിട്ട് തീരുമാനിച്ച് ഒരു ദിവസം തീരുമാനിക്കുക. അതെന്ത് ചെയ്യുക, അധ്യാപിക തന്നെ കുട്ടികൾ മുഖാന്തരമോ അല്ലെങ്കിൽ നേരിട്ട് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ, ഗ്രൂപ്പുകൾ വഴി രക്ഷകർത്താക്കളെ എന്ത് ചെയ്യുക, അത് അറിയിക്കുക. അതുപോലെ അധ്യാപിക എന്ത് ചെയ്യുക, കുട്ടിയുടെ റെക്കോർഡും കുട്ടിയുടെ എക്സാം പേപ്പറും കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ അധ്യാപിക എന്ത് ചെയ്ത് കൊണ്ടുവരിക, കളക്ട് ചെയ്ത് കൊണ്ടുവരിക അല്ലേ. ആ ഒരു ക്ലാസ് PTA ആകുമ്പോഴത്തേക്കും ആ ഒരു ക്ലാസ് ടീച്ചറും പിന്നെ അതുപോലെ HM ഉണ്ടായിരിക്കും, ആ ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മറ്റ് ടീച്ചേഴ്സും ഉണ്ടായിരിക്കും അല്ലേ. എന്തൊക്കെ ചുമതലകളാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ടീച്ചേഴ്സിനെയൊക്കെ കൂടി അറിയിച്ചിട്ട് കുട്ടിയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും പ്രോഗ്രസ് കാർഡും ഒക്കെ കൊണ്ടുവന്ന് പാരൻസിനെ കാണിച്ചു കൊടുക്കുക. ആദ്യം കോമൺ ആയിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പാരൻസിന് മുന്നേ സംസാരിക്കുക. അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിയെയും പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആ കറസ്പോണ്ടിങ് പാരൻറ്റിൻ്റെ അടുത്ത് തന്നെ പറയുക. അതുപോലെ പാരൻസിൻ്റെ ഒപ്പീനിയനൊക്കെ കേൾക്കുക. അങ്ങനെ പലതരം ചുമതലകളാണ് അധ്യാപികയ്ക്ക് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ലിംഗസമത്വം സ്ഥാപിക്കാനായി ടീച്ചറിന് ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ലിംഗസമത്വം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ടീച്ചറിന് ചെയ്യാൻ കഴിയുന്നത് ആൺകുട്ടികളെ ഒരു സൈഡിലും പെൺകുട്ടികളെ മറ്റൊരു സൈഡിലും ഇരുത്തുന്ന ആ ഒരു രീതി മാറ്റി, നമ്മുടെ ഇപ്പോൾ മിക്സ്ഡ് ആയിട്ടാണല്ലോ ഇരുത്തുന്നത്, പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ മിക്സ്ഡ് ആക്കിയാണ് ഇരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു ലിംഗസമത്വം ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവൻ എന്ന് തന്നെ പറയാതെ, അല്ലെങ്കിൽ അവൾ എന്ന് തന്നെ പറയാതെ, ആ കുട്ടി എന്ന് പറയുന്നത്, കുട്ടിയാകുമ്പോൾ ആണോ പെണ്ണോ ഒക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ അധ്യാപിക എന്ന രീതിയിൽ നമുക്ക് കടന്ന് പറയാമോ എന്നറിയില്ല. യൂണിഫോമിന് നമുക്ക് ചില സ്കൂളുകളിൽ LP ക്ലാസ്സുകളിൽ എന്താണ് ബോയ്സിനും ഗേൾസിനും ഒക്കെ എന്താണ്
ഒരുപോലത്തെ യൂണിഫോമൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ പാഠപുസ്തകങ്ങളിലും ലിംഗസമത്വം പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബയോഡാറ്റയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ബയോഡാറ്റയിൽ ഒരു ടീച്ചർ മോണോ ആക്ടിനെ പറ്റി ചോദിച്ചപ്പോൾ എങ്ങനെ ക്ലാസ് റൂമിൽ മോണോ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു കുട്ടിയെ എങ്ങനെ മോണോ ആക്ടിലൂടെ നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ ചോദിച്ചു എന്ന് കേട്ടു. പിന്നെ ഇന്നും അധികം ആരോടും ക്ലാസ് എടുക്കാൻ പറഞ്ഞതായിട്ട് അറിയുന്നില്ല കേട്ടോ. ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം എങ്ങനെ ക്ലാസ്സിൽ നടപ്പാക്കും, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. വ്യക്തി ശുചിത്വം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളെന്നും കുളിച്ച് അല്ലെ, നമ്മൾ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട്, നല്ല വസ്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയത് തന്നെ ആ ഒരു മീനിങ് അല്ല കേട്ടോ. നമ്മുടെ അഴുക്കൊന്നുമില്ലാത്ത വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം, യൂണിഫോം വൃത്തിയായി സൂക്ഷിക്കുക, നഖങ്ങളൊക്കെ മുറിക്കുക. അല്ലെങ്കിൽ ഈ വ്യക്തി ശുചിത്വം പാലിച്ചതുകൊണ്ടുള്ള നേട്ടങ്ങളും പാലിക്കാതിരുന്നാലുള്ള ദോഷങ്ങളും നമ്മളൊരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതിയാകും. പാലിക്കാതിരുന്നാൽ എന്തൊക്കെ നമുക്ക് പറ്റും, ആ ഒരു കാര്യങ്ങൾ എഴുതുക. പിന്നെ അതുപോലെ ഭിന്നശേഷിക്കാരെ എങ്ങനെ മറ്റു കുട്ടികളോടൊപ്പം പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അതെങ്ങനെയാണ്? അത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് അല്ലെ. ഭിന്നശേഷിക്കാരായ കുട്ടികളെ എന്ത് ചെയ്യുക, സാധാരണ കുട്ടികളുടെ കൂടെ ഇരുത്തി ഒരേ ക്ലാസ് റൂമിൽ ഒരേ അധ്യാപിക തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പം നമ്മുടെ ടീച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ. എന്നാൽ എന്താണ്, തീരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബോറടിക്കാനും പാടില്ല, എന്നാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് തീരെ റിസ്കി ആയിട്ടും തോന്നാൻ പാടില്ലാത്ത തരത്തിൽ നമ്മുടെ അധ്യാപന രീതി മാറ്റിയെടുക്കുക എന്നതാണ് ഒരു അധ്യാപകന് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ ആഗമന രീതി, നിഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും അല്ലെ. ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും തമ്മിലുള്ള പ്രത്യേകത. പിന്നെ നമ്മുടെ MTയും MP മുഹമ്മദും ചേർന്ന് എഴുതിയ കൃതി ഏത് എന്നൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബയോഡേറ്റയിൽ എന്താണോ എഴുതുന്നത് ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക. അപ്പോൾ പലരും ചോദിച്ചിരുന്നു എഴുതുന്നത് നമ്മുടെ എന്താണ് സ്പോർട്സിനെ പറ്റിയാണ്, ഇന്ന കാര്യങ്ങൾ നമ്മുടെ ഹോബിയാണ് അല്ലേ. നമ്മുടെ ഹോബി, നമ്മൾ ഒഴിവ് സമയം നമ്മൾ പഠിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒഴിവ് സമയമല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വേറെ പരിപാടികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് ഒഴിവ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പഠനയാത്രയെപ്പറ്റി, നമ്മൾ പഠനയാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. പഠനയാത്ര പോകുമ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള രീതിക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു. അത് നമ്മുടെ എന്താണ് LPയുടെ തന്നെ 3ാം ക്ലാസ്സിലെ അല്ലേ ഫീൽഡ് ട്രിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഹാൻഡ് ബുക്കിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പഠനയാത്ര നമ്മൾ ഫീൽഡ് ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മികച്ച ഒരു ആസൂത്രണം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ ആ യാത്രയുടെ ഉദ്ദേശം അല്ലെ, നമ്മൾ പഠനയാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെ അടിസ്ഥാനമാക്കി എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ യാത്രാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, യാത്രയുടെ സുരക്ഷ, അതുപോലെ പ്രഥമ ശുശ്രൂഷ അല്ലെ, നമ്മൾ എന്തും എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ പ്രഥമ ശുശ്രൂഷയെ പറ്റി അറിയണം, കുടിവെള്ളം കരുതണം, വിശ്രമം എവിടെയാണ്, ഭക്ഷണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ യാത്രയ്ക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ യാത്രയ്ക്ക് മുൻപ് തന്നെ നമ്മൾ ഫീൽഡ് ട്രിപ്പാണ് പോകുന്നത്, നമ്മൾ പഠനയാത്രയല്ല, നമ്മൾ ടൂർ പോകുന്നതല്ല. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു സബ്ജക്റ്റിനെ മുൻനിർത്തി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് മുൻപ് തന്നെ കുട്ടിക്ക് ആ ഒരു പഠന പ്രശ്നവും ഈ ഒരു ഫീൽഡ് ട്രിപ്പ് പോകുന്നതിൻ്റെ ആവശ്യകതയും അനുഭവിച്ചറിയാനായിട്ട് കഴിയണം. പിന്നെ സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിക്കണം. അതുപോലെ ആ ചുറ്റുപാടുമുള്ള ആളുകളുടെ, വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്താം, പ്രാദേശിക വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്താം. എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം, സംഘമായി തിരിയണം. പിന്നെ ഉപകരണങ്ങളുടെ ചുമതല നൽകൽ, വിവരശേഖരണത്തിന് ആവശ്യമായ ടൂളുകൾ തയ്യാറാക്കാൻ ചെയ്യാം. പിന്നെ സന്ദർശനത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ടീച്ചർ മുൻകൂട്ടി സന്ദർശിച്ച് അവിടെ കുട്ടിക്ക് എന്തെല്ലാം നിരീക്ഷിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ട് എന്ന് ടീച്ചർ സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ടൂർ പോകുന്ന അന്നായിരിക്കരുത് ടീച്ചറും ആ സ്ഥലം കാണേണ്ടത്. ടീച്ചർ നേരത്തെ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കിക്കണ്ടാൽ അത്രയും നന്നായിരിക്കും. അതുപോലെ ഈ നമ്മൾ ഫീൽഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം നൽകണം. ടീച്ചറും ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, ഇടപെടലുകൾ നടത്തണം. കുട്ടികൾ ഈ നിരീക്ഷണങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
അതുപോലെ ഈ ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടെത്തലും അവതരണങ്ങളും പിന്നെ ടീച്ചറുടെ എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷനും ഒക്കെ എന്ത് ചെയ്യുക, അത് നടത്തുക. പിന്നെ ഈ ഒരു ഫീൽഡ് ട്രിപ്പിൻ്റെ റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫീൽഡ് ട്രിപ്പിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇന്നലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കമൻ്റായിട്ട് വന്നു. ഞാൻ കമൻ്റായിട്ട് വന്നതിനൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഭൂപടവും നമ്മുടെ മാപ്പും തമ്മിലുള്ള പ്രത്യേകത എന്ത്? ഇത് നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ട് കേട്ടോ സോഷ്യൽ സയൻസിൽ. എന്താണ് ഭൂപടങ്ങളും അതുപോലെ നമ്മുടെ മാപ്പും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഭൂപടം എന്ന് പറയും നമ്മുടെ ഗ്ലോബാണ് കേട്ടോ, ഭൂപടവും മാപ്പും അല്ല, ഭൂപടവും ഗ്ലോബും തമ്മിലുള്ള പ്രത്യേകതയാണ് ചോദിച്ചത്. സോറി കേട്ടോ, ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള പ്രത്യേകത. ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഒരു യഥാർത്ഥ മാതൃകയാണ് അല്ലേ, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യം. അത് നോക്കിയാൽ നമുക്കൊരു ഭൂമിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഈ നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത് ഈ ഭൂമിയെ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. 2 ഡയമെൻഷണൽ അല്ലേ, നമ്മൾ ഭൂമി ഇങ്ങനെ പരത്തി വെച്ചേക്കുന്നതാണ് ഭൂപടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ്. ഇതിൻ്റെ ഡിഫറൻസും ഒക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സിലുണ്ട്, 4ാം ക്ലാസ്സിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്ലോബ് എന്ന് പറയുന്നത് 3D ഷേപ്പും അതുപോലെ നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത് ഒരു പരന്ന പ്രതലത്തിൽ ഭൂമിയെ ചിത്രീകരിച്ചിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ എന്താണ് പലിശയും കൂട്ടുപലിശയും എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക് വന്നിരുന്നു. അത് നമുക്ക് ക്ലാസ് ആക്ടിവിറ്റി ആയിട്ട് ഒരു കഥയിലൂടെ തുടങ്ങാം. നമുക്ക് ക്ലാസ്സിനെ 2 ബാങ്കായിട്ട് തിരിക്കാം. കുഞ്ഞു കുട്ടികളാണ് അല്ലേ, പ്രൈമറി കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ചെറിയൊരു തുക വെച്ച് തന്നെ കഥ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ പലിശ പറയാനായാലും കൂട്ടുപലിശ പറയാനായാലും നമ്മൾ മിനിമം 2 വർഷം എടുക്കുക കേട്ടോ. അപ്പോൾ ഒരേ തുക തന്നെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷവും നമ്മളിടുന്ന പൈസയ്ക്ക് പലിശ തരുന്ന ബാങ്കാണ് അല്ലെ. പലിശ എന്ന് പറയരുത്, ഓരോ ഇപ്പോൾ നമ്മൾ ആദ്യം ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഓരോ വർഷവും ഇടുമ്പോൾ ഇത്ര രൂപ കിട്ടും. എന്നാൽ രണ്ടാമത്തെ ബാങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും ഇട്ടാൽ മാത്രമേ നമുക്ക് ആ പൈസ കിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ പൈസകൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഫ്ലാഷ് കാർഡായിട്ട് കാണിക്കുകയോ ബോർഡിൽ എഴുതുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാകും ഈ എന്തായാലും 2 ബാങ്കിലും നമ്മൾ 2 വർഷത്തിൽ നിന്നും പണം എടുക്കുമ്പോൾ രണ്ടിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൂട്ടുപലിശ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടെത്താം അല്ലെ. കൂട്ടുപലിശ ആവുമ്പോൾ ആ തുകയ്ക്കും പലിശയ്ക്കും വീണ്ടും അടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട്, പലിശ തരുന്നുണ്ട്. നമ്മുടെ സാധാരണ പലിശ എന്ന് പറയുമ്പോൾ തുകയ്ക്ക് മാത്രമേ പലിശ കിട്ടുന്നുള്ളൂ. കൂട്ടുപലിശയാകുമ്പോൾ 1ാമത്തെ വർഷം കൂട്ടുപലിശയും സാധാരണ പലിശയും ഒരുപോലെയാണ്. ഈ 2ാമത്തെ വർഷമാകുമ്പോൾ കൂട്ടുപലിശയ്ക്ക് 1ാമത്തെ വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുകയും ആ തുകയ്ക്ക് ലഭിച്ച പലിശയും കൂടെ ചേർത്ത് ആ ഒരു എമൗണ്ടിനാണ് പലിശ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും. വളരെ രസകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിൽ നമ്മളെ രക്ഷിതാക്കളും അധ്യാപകരും വഹിക്കേണ്ട പങ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ എന്താണ് ഉദ്ഗ്രഥിത പഠനം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് പഠിപ്പിക്കുന്നതാണ്. അതുപോലെ ആരാണ് നോം ചോംസ്കി എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലേ. ഇങ്ങനെയായിരുന്നു ചോദ്യം. ചരിത്രം വളച്ചൊടിക്കപ്പെട്ടാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് പറയപ്പെടുന്നു. അത് അങ്ങനെ അല്ലാതെ ആക്കാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിൽ നമുക്ക് പറയുന്നത് ഒരു കുട്ടിയിൽ റാഷണൽ തിങ്കിങ് വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഒരു ചരിത്ര സംഭവം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പലതരം വീക്ഷണങ്ങളും സമീപനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കാതെ എല്ലാ സമീപനങ്ങളെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചും കുട്ടിയെ സ്വയം വിലയിരുത്താനുള്ള അവസരം കൊടുക്കുക. അതിനായി കുട്ടിയെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അല്ലെ. ഹിസ്റ്ററി ആണെന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടായിരിക്കണം. അപ്പോൾ ഓതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാത്തിനെയും സമീപിക്കാനും മുൻധാരണകൾ ഒഴിവാക്കാനും നമുക്ക് കുട്ടിയെ പ്രാപ്തമാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറയുന്നു. അത് നമുക്ക് മാത്സ് ടോപ്പിക്കുകൾ എല്ലാമായിട്ട് ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് എക്സ്പേർട്ട് ചിലപ്പോൾ മാത്തമാറ്റിക്സ് ആയിരിക്കാം. നമ്മൾ LP ക്ലാസ് ആകുമ്പോൾ മാത്സോ ഇംഗ്ലീഷോ അങ്ങനെ ഏതൊന്നുമില്ല, ഞാൻ മെയിൻ എടുത്തത് അതാണ് എന്ന് പറഞ്ഞിട്ട്
നമുക്ക് പറയാൻ പറ്റില്ല. LP ആകുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. UP ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടനവധി ചോദ്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ചോദ്യമല്ല ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സൈക്കോളജിയൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് പോവുക കേട്ടോ. ഇപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയനൊക്കെയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഒപ്പീനിയൻ ഇത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ എന്താണ് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുമ്പോൾ ഇതിലും നല്ല എന്തെങ്കിലും ഒരു അഭിപ്രായം കിട്ടിയാൽ അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് നമ്മൾ പറയുന്നത്. എന്നാലും നമുക്ക് ഏരിയ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഇതിന് വളരെ മനോഹരമായും രസകരമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാകും. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം ഏതാണ്, അതിന് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നോട് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂ സെഷൻ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻ്റർവ്യൂ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പിന്നെ ആദ്യമേ പറയുന്നു, ഇത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരമല്ല, സാധ്യതാ ഉത്തരങ്ങളാണ്. നമുക്ക് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ വളരെ രസകരമായി ഉത്തരം കൊടുക്കാനായിട്ട് നോക്കുക. നിർത്തുന്നു. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.